താരസംഘടനയായ AMMയുടെ തെരഞ്ഞെടുപ്പിനിടെ വാക്പോരും അധിക്ഷേപവും ശക്തം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് ആരോപണം കടുപ്പിക്കുകയാണ്. മറുപക്ഷം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ച അൻസിബ ഹസൻ അനൂപ് ചന്ദ്രനെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകി. SS ശരണാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരൺ, ഏതായാലും ഇത്തരം അധിക്ഷേപങ്ങൾക്കും വിഴുപ്പലക്കലിനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാബുരാജ് പിന്മാറിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനിടെ വലിയ വിഴുപ്പലക്കൽ തന്നെയാണ് നടക്കുന്നത്, അല്ലേ? വിനീത, വലിയ വീഴ്പ്പലക്കൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾ തമ്മിൽ വലിയ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ചില സ്ഥാനാർത്ഥികൾ നടത്തി അത് വാട്സപ്പ് വഴിയൊക്കെ പ്രചരിപ്പിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അൻസിബ ഹസൻ നടൻ അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേരത്തെ DGPക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പുറമെ വനിതാ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ കുക്കു പരമേശ്വരനെതിരെ ആരോപണവുമായിട്ട് പൊന്നമ്മ ബാബുവും രംഗത്തെത്തിയത്. അവർ പ്രധാനമായും പറയുന്നത് നേരത്തെ ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപ് AMMയിലെ സ്ത്രീകൾ ഒത്തുകൂടിയിരുന്നു. അങ്ങനെ ഒത്തുകൂടിക്കൊണ്ട് സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ മെമ്മറി കാർഡ് കൈവശം വെച്ചുകൊണ്ട് കുക്കു പരമേശ്വരൻ ഇത് ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണവുമായിട്ടാണ് പൊന്നമ്മ ബാബു രംഗത്തെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത ഇല്ല എന്നുള്ളത് കൂടിയാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ അതിനി ഈ മാസം 15 വരെ തുടരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 15-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ അവസാന നിമിഷങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.